പോർച്ചുഗലിലെ ലിസ്ബണിൽ ഡോൺ മാർട്ടിനോ ഡോണ തെരേസ ദമ്പതികൾക്ക് ഒരു മകൻ ജനിക്കുകയാണ്. ഇതൊരു സാധാരണ കുടുംബമല്ലാത്തതുകൊണ്ട് തന്നെ ഒരു മകൻ ജനിച്ചു എന്നുള്ളത് വലിയ ഒരു ആഘോഷത്തിൻ്റെ നിമിഷങ്ങളാണ് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ഡോൺ മാർട്ടിനോ എന്ന് പറയുന്ന വ്യക്തി ഒരു മാടമ്പി സ്ഥാനം കരസ്ഥമാക്കി ഒരു രാജാവിന് തുല്യം ജീവിക്കുന്ന ഒരു യുദ്ധവീരനാണ്. ഡോണ തെരേസ ഒരു രാജകുടുംബത്തിലെ അംഗവും കൂടിയാണ്. അങ്ങനെ തികച്ചും രാജകീയമായ പ്രൗഢി നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് അവർക്ക് പ്രിയപ്പെട്ടവനായി ഒരു മകൻ ജനിക്കുന്നത്. മകന് അവന് ഫെർണാണ്ടോ എന്ന് പേരിടുകയാണ്. ഈ ഫെർണാണ്ടോയുടെ അമ്മ ഡോണ തെരേസ തികഞ്ഞ മരിയഭക്തിയുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഫെർണാണ്ടോയ്ക്ക് 5 വയസ്സുള്ളപ്പോൾ ഈ മകനെ പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. ഫെർണാണ്ടോ വളർന്നു യൗവനയുക്തനായി. അദ്ദേഹം വിവിധ ഭാഷകളിൽ പ്രാവീണ്യം നേടി. ഫോറിൻ ഭാഷകൾ, യുദ്ധമുറകൾ, മറ്റു തരത്തിലുള്ള കഴിവുകൾ, നല്ല മിടുക്കനായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവനായിരുന്നു കുടുംബത്തിനും നാട്ടുകാർക്കും. നല്ല ചടുലതയുള്ള ഒരു യുവത്വം. അദ്ദേഹം മെല്ലെ മെല്ലെ അപ്പൻ്റെ സമ്പത്തിൻ്റെ ശേഖരം കാണുകയാണ്. അവൻ പോകാതിരുന്ന കൃഷിസ്ഥലത്തേക്ക് അവൻ പോവുകയാണ്. ഈ കൃഷിസ്ഥലത്തിനടുത്തുള്ള ഒരു അഗസ്റ്റീനിയൻ ആശ്രമത്തിൽ നിന്ന് ഒരു ജോസഫ് അച്ഛൻ കടന്നു വരികയാണ്. ഈ ജോസഫ് അച്ഛൻ ഫെർണാണ്ടോയുടെ ജീവിതത്തിൻ്റെ വഴികളെ തിരിച്ചുവിടുകയാണ്. അവൻ്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥതയുടെ വിത്ത് പാകുകയാണ്. അത് ചെറിയ ഒരു പരാമർശത്തിലൂടെയാണ്. ഞാനും ഒരു മാടമ്പിയായിരുന്നു. മാടമ്പി സ്ഥാനമുള്ള രാജകുടുംബത്തിൽ അംഗമായ ഒരു മനുഷ്യനാണ് ഇന്ന് ഫാദർ ജോസഫായി ഫെർണാണ്ടോയുടെ മുമ്പിൽ നിൽക്കുക. ഈ ജോസഫ് അച്ഛൻ ഈ ഫെർണാണ്ടോയുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ വിചിന്തന വിഷയമായി. വീട്ടിൽ അദ്ദേഹം ചില നിലപാടുകൾ സ്വീകരിച്ചു തുടങ്ങി. സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങി. വളരെ അപ്രതീക്ഷിതമായി ഫെർണാണ്ടോ വീട്ടിലൊരു കാര്യം അവതരിപ്പിക്കുകയാണ്. ഞാൻ ഈ ജോസഫ് അച്ഛൻ്റെ കൂടെ അഗസ്റ്റീനിയൻ ആശ്രമത്തിൽ ചേരാൻ പോകുന്നു. ഇത് സത്യത്തിൽ ആ കുടുംബത്തെ വല്ലാതെ ഉലച്ചു കളയുന്ന ഒരു പരാമർശമായിപ്പോയി. കാരണം വലിയ സമ്പത്തിൻ്റെ നടുവിൽ ഭാവിയിൽ ഈ കാണുന്ന സമ്പത്തിൻ്റെ എല്ലാം അധിപനായി മുന്നോട്ട് പോകേണ്ടുന്ന വളരെ സാമർഥ്യം നിറഞ്ഞ ഈ ചെറുപ്പക്കാരൻ അതിൽ നിന്ന് പിന്മാറുക എന്നുള്ളത് ലോകത്തിൻ്റെ ബുദ്ധിയിൽ ചിന്തിക്കുന്ന അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. എല്ലാ തരത്തിലും ഈ തീരുമാനത്തിൽ നിന്ന് ഈ ചെറുപ്പക്കാരനെ പിന്തിരിപ്പിക്കാൻ ഈ മാതാപിതാക്കൾ പരിശ്രമിക്കുകയാണ്. യാതൊരു തരത്തിലും തൻ്റെ ഉള്ളിൽ വീണിരിക്കുന്ന അഗ്നിയുടെ ചൂട് ആ മനുഷ്യനിൽ നിന്ന് വിട്ടുപോയില്ല. കാരണം വിളിച്ചത് ദൈവമായിരുന്നു. ആ വിളിക്ക് ഉത്തരം നൽകാതെ മറ്റൊരു വഴി ആ ആത്മാവിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഈ കുടുംബം ഫെർണാണ്ടോയുടെ തീരുമാനത്തിന് വഴങ്ങി അദ്ദേഹത്തെ ഇവരുടെ അടുത്ത് തന്നെയുള്ള ലിസ്ബണിൽ തന്നെയുള്ള ഒരു അഗസ്റ്റീനിയൻ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ 70ഓളം മറ്റ് സന്യാസിമാരുടെ സാന്നിധ്യത്തിൽ ഇദ്ദേഹം പരിശീലനം തുടർന്നു. അങ്ങനെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ നാളുകൾ അടുത്തു വരികയാണ്. പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കാനായി അദ്ദേഹത്തെ ഒരുക്കുകയും ചെയ്തു. 1219 കോയിംബ്രായിലുള്ള ഹോളി ക്രോസ് ആശ്രമത്തിൽ വെച്ച് ഫെർണാണ്ടോ അച്ഛനായി മാറുകയാണ്.
പൗരോഹിത്യം സ്വീകരിച്ച് ആ അഗസ്റ്റീനിയൻ ആശ്രമത്തിൽ ഒരു അന്തേവാസിയായി ജീവിതം ആരംഭിക്കുകയാണ്. അദ്ദേഹം വളരെ കുലീന സ്വഭാവമുണ്ടായിരുന്നവനും ഒരു സുസ്മേരവദനനുമായി എല്ലാവരോടും സൗഹൃദത്തിൽ പെരുമാറുകയും ചേരുന്നതുകൊണ്ട് വരുന്ന ആശ്രമത്തിലേക്ക് വരുന്ന അതിഥികളെ സ്വീകരിക്കാനുള്ള ജോലിയാണ് ആശ്രമത്തിൻ്റെ അധികാരി അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. അദ്ദേഹം അത് മനോഹരമായി നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെ നാളുകൾ കടന്നു പോവുകയാണ്. അതിനിടയിൽ ഒരു 5 ഫ്രാൻസിസ്കൻ സമർപ്പിത സമൂഹത്തിലെ അംഗങ്ങളായ 5 പേര് ഇവരുടെ അഗസ്റ്റീനിയൻ ആശ്രമത്തിൽ അഭയം തേടി കടന്നു വരികയാണ്. ഈ സന്യാസിമാർ അവരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ആനന്ദവും അവരുടെ ഒരു ചുറുചുറുക്കും തീഷ്ണതയും കണ്ണിലെ അഗ്നിയും ഇതിൻ്റെ രഹസ്യം തേടി ഫെർണാണ്ടോ അച്ഛൻ അവരുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ അവരുടെ ആഗമന ഉദ്ദേശവും അവരുടെ യാത്രയുടെ പിന്നിലെ പൊരുളും തേടി അവരുടെ സംഭാഷണം നീണ്ടുപോയി. അപ്പോൾ മനസ്സിലായി മൊറോക്കോയിലേക്കുള്ള യാത്രയാണ്. മൊറോക്കോ വിശ്വാസികളെ കൊല്ലുന്ന, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന രാജവാഴ്ചയുള്ള നാട്. പോയാൽ തലയില്ലാതെ തിരിച്ചു വരുവുള്ളൂ എന്ന് ആരോട് ചോദിച്ചാലും അറിയാവുന്ന സത്യം. അവർ പോകുന്നത് മരിക്കാൻ വേണ്ടിയാണ്. വലിയ ആനന്ദത്തിലാണ് ജീവിതം മുന്നോട്ട് നീക്കുന്നത്. ഭിക്ഷ തെണ്ടി മറ്റുള്ളവരുടെ കനിവിൻ്റെ മുമ്പിൽ ഒന്നുമല്ലാതെ എളിമയോടുകൂടി നിന്നുമാണ്. പരുപരുത്ത വസ്ത്രങ്ങൾ, അവരുടെ ഓരോ കാൽവയ്പിലും ദൈവരാജ്യത്തിലേക്ക് അവർ നടന്നെടുക്കുന്നത് പോലെ തോന്നുന്ന തരത്തിലുള്ള ഒരു യാത്ര. അവരുടെ യാത്ര ഈ നവവൈദികൻ ഇങ്ങനെ നോക്കി നിന്നു. അത് അദ്ദേഹത്തെ വലിയ ചിന്തയിലേക്കും വ്യക്തിപരമായി അത് ഒരുപാട് സമയം മനനം ചെയ്യുന്നതിലേക്കും അവനെ നയിച്ചു. അങ്ങനെ അഗസ്റ്റീനിയൻ ആശ്രമത്തിൽ നിന്ന് പരിപൂർണ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി തൻ്റെ വെള്ള വസ്ത്രം അഴിച്ചു വെച്ച് ഫ്രാൻസിസ്കൻ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുകയും ഇങ്ങനെ പരുപരുത്തതും ചെളി പുരണ്ടാൽ അറിയാത്തതും അങ്ങനെയുള്ള വസ്ത്രം സ്വീകരിച്ച് നിഷ്പാതുകനായി അദ്ദേഹം ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. അഗസ്റ്റീനിയൻ ആശ്രമത്തിൽ നിന്നുള്ള അന്നുവരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് പോലും മാറ്റുകയാണ്. അങ്ങനെ ഫെർണാണ്ടോ അച്ഛൻ അന്തോണീസ് അച്ഛനായി മാറുകയാണ്. മൊറോക്കോയിലേക്ക് ഈശോയെ പ്രതി രക്തസാക്ഷിയായി ഇങ്ങനെ വിശ്വാസവും ദൈവരാജ്യവും പ്രഘോഷിക്കാനായി, ദൈവവചനത്തിന് സാക്ഷിയാകുവാനായി ഈ ചെറുപ്പക്കാരനായ അന്തോണീസ് അച്ഛൻ കപ്പൽ കയറുകയാണ്. എന്നാൽ യാത്ര മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഗതി അല്പം മാറി. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് മൊറോക്കോയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. ആ യാത്ര അവിടെ നിർത്തി തിരികെ വരാൻ ഈ അന്തോണീസ് അച്ഛൻ നിർബന്ധിതനാവുകയാണ്. തിരിച്ചു വന്ന് ആരോഗ്യം വീണ്ടെടുത്ത് വീണ്ടും പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് അച്ഛൻ. എന്നാൽ വളരെ അപ്രതീക്ഷിതമായി മറ്റൊരു സംഭവം അച്ഛൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, കുറേ നവവൈദികർ പട്ടം സ്വീകരിച്ച് കഴിയുമ്പോൾ അവിടെ വചനം പങ്കുവയ്ക്കേണ്ടിയിരുന്ന വികാരി ജനറൽ അന്ന് ഒരു പ്രത്യേക കാരണത്താൽ വരാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടായി. ഫ്രാൻസിസ്കൻ ഡൊമിനിക്കൻ സഭയിൽപ്പെട്ടിരുന്ന നവവൈദികരാണ് പട്ടം സ്വീകരിച്ചിരിക്കുന്നത്. ആ പട്ടസ്വീകരണ കർമ്മത്തിലാണ് ദൈവവചനം പങ്കുവയ്ക്കേണ്ടത്. പ്രിയോരച്ഛൻ, സുപ്പീരിയർ അച്ഛൻ, ബിഷപ്പ് എല്ലാവരും ഈ ദൗത്യം ഈ നവവൈദികനെ അന്തോണീസ് അച്ഛനെ ഏൽപ്പിക്കുകയാണ്. അനുസരണത്തിൻ്റെ പേരിൽ അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. കാരണം ഇത്രയും വലിയൊരു ചടങ്ങിൽ ഒരുങ്ങാതെ പ്രസംഗം പറയുക എന്നുള്ളത് ബുദ്ധിയല്ല.
എങ്കിലും ഒരുങ്ങാത്ത മനസ്സുമായി, ബുദ്ധിയുടെ കെട്ടുകളില്ലാതെ, ആത്മാവിൻ്റെ ഇംഗിതങ്ങൾക്കൊത്ത് ചലിക്കുന്ന നാവുമായി, ഇടിനാദത്തിൻ്റെ ശബ്ദമുള്ളവൻ എന്നർത്ഥമുള്ള അന്തോനീസ് എന്ന പേരുമായി അന്തോനീസിൻ്റെ പിൽക്കാല ജീവിതത്തെ മാറ്റിമറിച്ച ആ പ്രസംഗം അവിടെ സംഭവിക്കുകയാണ്. അത് കേട്ടിരുന്നവരുടെ ഹൃദയത്തിൽ അഗ്നി ജ്വലിപ്പിക്കുന്ന ഒരു പ്രസംഗമായി. സമർപ്പിത ജീവിതം എന്താണ് എന്ന്, അതിൻ്റെ ആഴവും പരപ്പും എന്താണ് എന്ന് ഈ നവവൈദികൻ പങ്കുവയ്ക്കുന്നത് കണ്ട് അപ്പോൾ തന്നെ ആ ബിഷപ്പ് തീരുമാനമെടുക്കുകയാണ്, സുപ്പീരിയർ അച്ഛൻ തീരുമാനമെടുക്കുകയാണ്, ഇദ്ദേഹം ദൈവവചനം നമ്മുടെ ഇടയിൽ, നമ്മുടെ സ്ഥലത്ത്, നമ്മുടെ നാട്ടിൽ തന്നെ പ്രസംഗിക്കണമെന്ന്. അങ്ങനെ അച്ഛൻ തെരുവോരങ്ങളിൽ, മറ്റ് സ്ഥലങ്ങളിൽ, എല്ലാ ചന്തകളിൽ എല്ലാം ദൈവവചനം പ്രസംഗിക്കാനായി ഇറങ്ങിത്തിരിക്കുകയാണ്. ദൈവവചനം പ്രസംഗിക്കാനായി അദ്ദേഹം ഇറങ്ങിയപ്പോൾ പ്രത്യേകിച്ച് അനവധി അത്ഭുതങ്ങൾ നടന്ന സ്ഥലമാണ് റിമിനി എന്ന് പറയുന്ന ആ നഗരം. റിമിനി പട്ടണത്തിൽ വിശുദ്ധ അന്തോനീസ് കാലെടുത്ത് വയ്ക്കുകയാണ്. അനേകം പേരുടെ ജീവിതത്തെ ഇങ്ങനെ മാറ്റിമറിക്കുന്നുണ്ടെങ്കിലും അവിശ്വാസികളായ, ദൈവരാജ്യ നിഷേധികളായ മനുഷ്യരുടെ സാന്നിധ്യം അവിടെയും സ്വാഭാവികമാണല്ലോ. അങ്ങനെ ഒരു ദിവസം വിശുദ്ധ അന്തോനീസ് ഇങ്ങനെ പ്രസംഗിക്കുന്ന സമയം കൂടി നിന്ന മനുഷ്യരെല്ലാം ഇത് ഭ്രാന്താണ്, ഇതിൽ വലിയ കഥയില്ല എന്ന് പുച്ഛഭാവത്തോടുകൂടി നിലയുറപ്പിച്ചപ്പോൾ അദ്ദേഹം തൊട്ടടുത്തുള്ള സമുദ്രത്തിനരികിലേക്ക് നീങ്ങി. നിങ്ങൾക്ക് ദൈവവചനം സ്വീകരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് ഈ പ്രകൃതിയും സമുദ്രവും സ്വീകരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് വചനം പ്രഘോഷിക്കാൻ തുടങ്ങി. നമുക്ക് സുപരിചിതമായ സംഭവമാണ് മത്സ്യങ്ങൾ വന്ന് തടിച്ചുകൂടിയത്. ആ മത്സ്യങ്ങളെയെല്ലാം ആശീർവദിച്ച് അന്തോനീസ് യാത്രയാക്കി. ആ നഗരത്തിലുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായൊരു സംഭവമായിരുന്നു. മനുഷ്യൻ്റെ വാക്കുകൾക്ക് മത്സ്യം കാതോർക്കുന്ന വലിയ അത്ഭുതം അത് സാധാരണ വാക്കല്ല, ദൈവത്തിൻ്റെ വചനമാണ് എന്ന് അവിടെയുള്ള ജനങ്ങൾ ഹൃദയത്തിൽ തൊട്ട് വിശ്വസിക്കുകയാണ്. തുടർന്ന് അവിടെ തന്നെ അനവധി അത്ഭുതങ്ങൾ. ഒരു ഭാഷണ്ഡത നിറഞ്ഞ മനുഷ്യൻ, ദൈവരാജ്യത്തിനെതിരെ സംസാരിക്കുന്ന മനുഷ്യൻ, അദ്ദേഹം വിശുദ്ധ അന്തോനീസിനോട് പറയുകയാണ്, ഞാനൊരു കോവർ കഴുതയെ കൊണ്ടുവന്ന് അത് വിശപ്പുമായി നിൽക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഭക്ഷണം വെച്ച് അങ്ങ് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഈ കഴുത ദിവ്യകാരുണ്യത്തിന് നേരെ തിരിയുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം. വിശുദ്ധ അന്തോനീസ് ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. ഇത് ഒരു സാധാരണ വെല്ലുവിളി ഏറ്റെടുക്കലല്ല, ദൈവത്തോട് പക്ഷം ചേർന്നുള്ള വെല്ലുവിളി ഏറ്റെടുക്കലാണ്. അങ്ങനെ കൽപ്പിച്ചിരുന്ന സമയം വന്നു. ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടി ഈ കോവർ കഴുതയും ആ കോവർ കഴുതയുടെ അടുത്ത് ബുദ്ധിയാൽ കെട്ടപ്പെട്ട ഈ ലോകത്തിൻ്റെ പാഷണ്ഡതകൾ നിറഞ്ഞ ദൈവനിഷേധിയായ ആ മനുഷ്യനും. അങ്ങനെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യവുമായി വിശുദ്ധ അന്തോനീസ് ഓരോ ചൂടുകൾ വെച്ച് ആ വിശന്നു വലഞ്ഞ കോവർ കഴുതയുടെ മുമ്പിലേക്ക് വരുമ്പോൾ അരികിലിരിക്കുന്ന ഭക്ഷണം ഗവനിക്കാതെ ആ കഴുത ആ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ മുട്ടുകുത്തിയ സംഭവം നമ്മുടെ ദേവാലയങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. ഈ സംഭവം അറിയാത്ത വിശ്വാസ സമൂഹം ഒരുപക്ഷെ ഉണ്ടാവില്ല. ഒരു തവണ ഈ അന്തോനീസ് പുണ്യാളനെ വകവരുത്തുന്നതിനായി ഒരു ധനികനായ മനുഷ്യൻ പദ്ധതി ചെയ്ത് വിരുന്നിന് വിളിച്ച സംഭവം. വിഷം കലർത്തിയ ഭക്ഷണമാണ് കൊടുത്തത്. വിശുദ്ധൻ അത് മനസ്സിലാവുകയും ചെയ്തു. എങ്കിലും
ദൈവനാമത്തിലെടുത്ത് അത് ആശീർവദിച്ച് അദ്ദേഹം കഴിച്ചു. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങളുണ്ടായിരിക്കും. അവർ മാരകമായെന്ത് കുടിച്ചാലും അവരെ അത് തൊടുകയില്ല, ബാധിക്കുകയില്ല. സർപ്പത്തിൻ്റെ മേലെ അവർ ആധിപത്യം സ്ഥാപിച്ച് ചവിട്ടിമെതിക്കും. ഇത് ആ അന്തോണീസ് പുണ്യാളൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായിക്കൊണ്ട് കൊടും വിഷം വെറും പച്ചവെള്ളം പോലെ ഉള്ളിലേക്ക് ഇറക്കി യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ അദ്ദേഹം എഴുന്നേറ്റ് പുഞ്ചിരിയോടുകൂടി അവിടെ നിന്ന് നടന്നു നീങ്ങുന്നത് കണ്ട് അവരെല്ലാവരും വിശ്വാസത്തിലേക്ക് വരികയാണ്. മറ്റൊരു സംഭവം, ഇത് മിറാക്കിൾ ഓഫ് ദ ഹാർട്ട് എന്നാണ് പറയുക. അത് വിശുദ്ധ അന്തോണീസ് ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയുടെ ചരമപ്രസംഗത്തിൻ്റെ സമയത്ത് പ്രസംഗത്തിനിടയിൽ ഇങ്ങനെ പറഞ്ഞു, ഈ മനുഷ്യൻ ജഡികനായിരുന്നു, ഇദ്ദേഹം ദൈവരാജ്യത്തിൻ്റെ പടിവാതിൽ കാണില്ല, കാരണം ഇവൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും ഇവൻ്റെ ഹൃദയവും. ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ അവൻ്റെ ഹൃദയമില്ല. കേട്ടിരിക്കുന്നവർക്ക് അത്ര ദഹിക്കുന്ന പ്രസംഗമല്ല. കാരണം ഇത് അന്തോണീസ് പുണ്യാളൻ വെറുതെ പറഞ്ഞതാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ, പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ വലിയ ഒരു ബോധ്യം ചുറ്റും നിന്നവരെ ചിന്തിപ്പിക്കുകയും ചൊടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ഈ മനുഷ്യൻ്റെ ശരീരം മുറിച്ച് പരിശോധിച്ചു. സത്യമാണ്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയമില്ല. പിന്നെയോ ഇവർ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പണപ്പെട്ടികൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഹൃദയം കണ്ടെത്തി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുക. ഇതൊക്കെ നമുക്ക് യുക്തിഭദ്രമല്ലാതെ നമ്മൾ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് വിശ്വസിക്കുകയേ തരമുള്ളൂ. അങ്ങനെ വിശുദ്ധ അന്തോണീസ് ഒരു പ്രദേശത്തിൻ്റെ മാത്രം ആത്മീയ ജീവിതത്തിൽ ഇടപെട്ട വ്യക്തി ആയിരുന്നില്ല. അദ്ദേഹം ഒരു സാമൂഹികമായ ഇടപെടലുകൾ നടത്തിയിരുന്നു. അദ്ദേഹം ജയിലിൽ പോയി സന്ദർശിക്കുകയും അവിടെയുള്ളവർക്ക് വിമോചനത്തിനായും അവരുടെ ആത്മീയമായിട്ടുള്ള ഉന്നമനത്തിനായും അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. ദരിദ്രരോട് പ്രത്യേക സ്നേഹവും കരുണയും കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ഫ്രാൻസിസ്കൻ സഭാസമൂഹത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസ്സിസിയുടെ മരണം വരുത്തിയ വലിയ ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്. അത് വിശുദ്ധൻ്റെ മരണശേഷം ഇവരുടെ അനൈക്യത്തിന് കാരണമായ ചില നിലപാടുകൾ അവിടെ വലിയ ഒരു ഐക്യത്തിൻ്റെ അരൂപിയെ വിളിച്ചു വരുത്തി. ദൈവത്തിൻ്റെ ആത്മാവ് ആ സമൂഹത്തിൽ നിന്ന് നഷ്ടമാകാതെ വലിയ ആത്മീയ ഇടപെടലുകൾ നടത്തി സമൂഹത്തെ മുന്നോട്ട് നയിച്ച വ്യക്തിയാണ് വിശുദ്ധ അന്തോണീസ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ വിശുദ്ധ അന്തോണീസിൻ്റെ ചിത്രം കാണുമ്പോൾ ഒരു കയ്യിൽ ഒരു ലില്ലിപ്പൂവും മറുകൈയിൽ ദൈവവചനവും അതിനോട് ചേർന്ന് ഉണ്ണീശോയും. എങ്ങനെയാണ് ഉണ്ണീശോ വിശുദ്ധ അന്തോണീസിൻ്റെ രൂപത്തോട് ചേർക്കപ്പെട്ടത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ സംഭവമാണ്. ഇദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ച് വളരെ തീക്ഷ്ണതയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ 36-ാമത്തെ വയസ്സിലാണ് മരണം. ചെറുപ്പത്തിലെ അദ്ദേഹം യാത്രയാവുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുൻപായി ഇങ്ങനെ ശരീരം ക്ഷയിച്ച് മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത തരത്തിൽ അദ്ദേഹം ബലക്ഷയം ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് ശുശ്രൂഷിക്കാനായി ധനികനായ ഒരു മനുഷ്യൻ മുന്നോട്ട് വരികയാണ്. വിശുദ്ധ അന്തോണീസ് അത് നിരസിച്ചില്ല. കാരണം മുന്നോട്ട് പോകാനോ എഴുന്നേൽക്കാനോ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് ഈ മനുഷ്യൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി. അത് കൊട്ടാരസമമായ ഒരു വസതിയിൽ അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് ശുശ്രൂഷ സ്വീകരിച്ച് അവിടെ കഴിയുകയാണ്. ഇവിടെ വിശുദ്ധ അന്തോണീസ് ഒറ്റയ്ക്കായിരിക്കുന്ന സമയം ആ ധനികനായ മനുഷ്യൻ ഒരു സംഭവം കാണുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ വിശുദ്ധൻ്റെ മടിത്തട്ടിൽ ഉണ്ണീശോ ഇരുന്ന് കളിക്കുകയും ആ മുറി മുഴുവൻ
പ്രകാശപൂരിതമാവുകയും ചെയ്യുന്ന ഒരു വലിയ അത്ഭുതം. ഈ ധനികനായ മനുഷ്യൻ വിശുദ്ധ അന്തോണീസിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ണീശോ അവിടെ നിന്ന് പിൻവാങ്ങുകയാണ്. എന്നാൽ വിശുദ്ധ അന്തോണീസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വ്യക്തിപരമായ ഒരു ആകുലത എന്ന് പറഞ്ഞിരുന്നത് വ്യക്തികൾക്ക് അദ്ദേഹത്തിനോടുണ്ടായിരുന്ന ആരാധനയാണ്. കാരണം പലപ്പോഴും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധനായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു വിശുദ്ധനെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയായിരുന്നു ജനം അദ്ദേഹത്തെ സമീപിച്ചിരുന്നത്. ഇത് അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഈ ധനികനായ മനുഷ്യനോട് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി, യാതൊരു കാരണവശാലും ഈ സംഭവം പുറത്തു പറയരുത്. അങ്ങനെ ഈ വിശുദ്ധൻ്റെ മരണശേഷമാണ് ഈ സംഭവം പുറലോകം അറിയുന്നത്. ജീവിതത്തിൻ്റെ സായന്തനത്തിലേക്ക് വളരെ യൗവനത്തിൽ തന്നെ വിശുദ്ധ അന്തോണീസ് നടന്നെടുക്കുകയാണ്. ഈ ചെറിയ കാലഘട്ടം കൊണ്ട് വരാനിരിക്കുന്ന യുഗങ്ങളിലെല്ലാം വിശ്വാസികൾക്ക് നോക്കി നിൽക്കാനുള്ള മലയിലെ നഗരം പോലെ, ധരയുടെ ലവണം പോലെ, വലിയ ദീപം പോലെ ഈ വിശുദ്ധൻ കുറഞ്ഞ കാലം കൊണ്ട് വിശ്വാസ സമൂഹത്തിൽ വളരെ ഗൗരവപരമായ ഇടപെടലുകൾ നടത്തിക്കഴിഞ്ഞിരുന്നു. 1231 ജൂൺ 13 അദ്ദേഹത്തിൻ്റെ 36-ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് സ്വർഗീയ സമ്മാനത്തിനായി യാത്രയാവുകയാണ്. അദ്ദേഹം ഒരു വിശുദ്ധനാണ് എന്നുറപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ജനലക്ഷങ്ങളുടെ വലിയ സാന്നിധ്യത്തിലാണ് വിശുദ്ധൻ്റെ മൃതദേഹം സംവഹിക്കപ്പെട്ടത്. വർഷം 1 തികയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ വിശുദ്ധനായി തിരുസഭ അവരോധിക്കുകയും ചെയ്തു. എന്നാൽ അത്ഭുതങ്ങൾ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ തന്നെ, അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ട് പോകുന്ന വഴിയോരങ്ങളിൽ തന്നെ, ആ ദിവസം തന്നെ അനേകം അത്ഭുതങ്ങൾ, രോഗികളുടെ സൗഖ്യം, അനേകം മനുഷ്യരുടെ കല്ലുപോലെയുള്ള ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന ആത്മീയ അന്ധത നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ വലിയ പ്രകാശമായി, ജ്വലനമായി, ശക്തിയായി ഈ വിശുദ്ധൻ്റെ മൃതശരീരം ഇങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ തിരുശേഷിപ്പ് ആവശ്യമാണല്ലോ. സഭയുടെ നടപടി അനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ മൃതശരീരം സൂക്ഷിച്ചിരുന്ന കല്ലറ തുറക്കപ്പെടുകയാണ്. വലിയ ഒരു അത്ഭുതത്തിനുകൂടി ലോകം സാക്ഷ്യം വഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നാവ് ജീവനുള്ള ഒരു മനുഷ്യൻ്റെ നാവ് പോലെ തന്നെ അഴുകാതെ അവിടെ അവശേഷിക്കുകയാണ്. അഴുകാത്ത നാവുള്ള വിശുദ്ധ അന്തോണീസെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പിൽക്കാലം ഏറ്റുപറഞ്ഞു. മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ വചനത്തിന് സാക്ഷിയായി, കൊള്ളരുതാത്തത് പറയാതെ ദൈവവചനം നിരന്തരം സംസാരിച്ചിരുന്ന, അത്ഭുതങ്ങൾക്ക് വേണ്ടി നാവ് ചലിപ്പിച്ചിരുന്ന ആ നാവ്, അനേകരുടെ മാനസാന്തരത്തിന് കാരണമായ ആ നാവ്, ദൈവത്തിൻ്റെ നാവായി മാറിയ ആ നാവ്. കാരണം പ്രവാചകരെ പഴയ നിയമത്തിൽ പറയുക ദ മൗത്ത് പീസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നാവെന്നാണ്. നമ്മുടെ കാലഘട്ടത്തിൻ്റെ പ്രവാചകനായി, വിശ്വാസധീരനായി, വലിയ സൗഭാഗ്യത്തിൻ്റെയും മാടമ്പി ജീവിതത്തിൻ്റെയും വലിയ രാജകീയ പ്രൗഢിയുടെയും ഇടയിൽ നിന്ന് പടിപടിയായി വലിയ ദാരിദ്ര്യത്തിൻ്റെയും ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ നേടുവാനുള്ള പരിശ്രമത്തിൻ്റെയും ശക്തമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെയും പ്രതീകമായി വിശുദ്ധ അന്തോണീസ് നമ്മുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. തീർച്ചയായും വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥ ശക്തിയെക്കുറിച്ച് ഞാൻ
പറഞ്ഞു തരേണ്ട കാര്യമില്ല എൻ്റെ കേൾവിക്കാർക്ക്. കാരണം അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതാണ്. വിശുദ്ധിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കരത്തിലുള്ള ലില്ലിപ്പൂക്കളിലേക്ക് നമുക്ക് നോക്കാം. ജ്ഞാനത്തിനായി, ദൈവിക ജ്ഞാനത്തിനായി അദ്ദേഹത്തിൻ്റെ കരങ്ങളിലെ ദൈവവചനം നമുക്ക് ഹൃദ്യസ്ഥമാക്കാം. അതോടൊപ്പം പരിശുദ്ധ അമ്മയ്ക്ക് പരിപൂർണ സമർപ്പണം നടത്തിയ അദ്ദേഹത്തിൻ്റെ 5-ാം വയസ്സ് മുതൽ ഒരു പരിപൂർണ സമർപ്പണ ജീവിതത്തിൻ്റെ പ്രതീകമായി അദ്ദേഹം നിൽക്കുമ്പോൾ നമുക്ക് കലർപ്പില്ലാത്ത ഒരു സമർപ്പിത ജീവിതത്തിനായി ആഗ്രഹിക്കാം. അതോടൊപ്പം ദൈവ ഐക്യത്തിൽ ദൈവം കൂട്ടുകൂടുന്ന ഒരു വ്യക്തിത്വമായി ഉണ്ണീശോ ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കെട്ടിപ്പിടിച്ച് സ്നേഹിച്ച ഒരു മനുഷ്യജീവിതമായി അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്കും ആഗ്രഹിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.